Hello everyone, welcome to yet another episode of UGC Net Paper 1 preparation. So today we will be discussing the Unit 2, that is Research Aptitude. We have covered the first unit of this UGC Net preparation. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്തു ഒരു 25. ആൻഡ് ഇതിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ദ ടൈപ്സ് ഓഫ് റിസർച്ച്. സോ ദാറ്റ് ഈസ് ദ ടോപ്പിക് ആൻഡ് പ്രസൻറ്റഡ് ബൈ അമ്മു എസ് അനിൽ, UGC നെറ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് twice, 2019 December and then June. Okay, so let's get started. Okay, so coming to the second slide, we can see that the types of research, which are the various types of research. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കാണും. ഇനിയിപ്പോൾ നമ്മളൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായി കഴിഞ്ഞാൽ പോലും വി നീഡ് ടു റിസർച്ച്, വി നീഡ് ടു ആഡ് ന്യൂ നോളജ് ടു ദ എക്സിസ്റ്റിംഗ് നോളജ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഓർ പ്യുവർ റിസർച്ച് ഓർ ബേസിക് റിസർച്ച്. ഇത് മൂന്നും ഒരേ അർത്ഥം വരുന്ന മൂന്ന് വാക്കുകൾ തന്നെയാണ്. അർത്ഥം മീൻസ് സെയിം ഡെഫിനിഷനും കാര്യങ്ങളും മൂന്ന് വേർഡ്സ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ, പ്യുവർ, ബേസിക് റിസർച്ച്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഫോർ ദ സേക്ക് ഓഫ് നോളജ് വിത്തൗട്ട് എൻ ഇൻറ്റൻഷൻ ടു അപ്ലൈ ഇറ്റ് ഇൻ പ്രാക്ടീസ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, പക്ഷേ നമുക്ക് പഠിക്കാനെന്നുള്ള രീതിയിൽ നടത്തുന്ന ഒരു റിസർച്ച്. അതിനോടൊപ്പം ദിസ് റിസർച്ച് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് തിയറീസ് ബൈ ഡിസ്കവറിങ് ബ്രോഡ് ജനറലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇത് മോസ്റ്റ്ലി ഫണ്ടമെൻ്റൽ, ആ പേര് തന്നെ ഉണ്ടല്ലോ, കുറച്ചുകൂടെ സയൻറ്റിഫിക്കാണ്. പ്യുവർ റിസർച്ച് സയൻറ്റിഫിക് റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച്, ബേസിക് റിസർച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഡെവലപ്പിംഗ് തിയറീസ് and then generalization. It is organized through different procedures of research, like we use sampling, hypothesizing facts, etc. And also it can experiment in a psychological laboratory. Can be psychological or in a physical laboratory. നമുക്ക് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൊണ്ടാണ്, അതാണ് ഞാൻ പറഞ്ഞ സയൻറ്റിഫിക് ആണെന്നുള്ള കാര്യം. അപ്പോൾ അവർക്കാണല്ലോ ലാബും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച്, പ്യുവർ റിസർച്ച് ഓർ ബേസിക് റിസർച്ച്, എൻ്റെ മെയിൻ കാര്യം ഇവർ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. സാമ്പിളിങ് എന്താണ്, ഹൈപ്പോത്തസിസ് എന്താണെന്നൊക്കെ നമ്മൾ ഇനി കാണും. ദെൻ റിസർച്ച് കൺസേണിങ് സം നാച്ചുറൽ ഫിനോമിനൻ ഓർ റിലേറ്റിംഗ് ടു പ്യുവർ മാത്തമെറ്റിക്സ്. Research studies concerning human behavior carried on with a view to making generalization about human behavior are examples of fundamental research. So what are the examples of fundamental research? ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ഇറ്റ് ഈസ് ഓൺ മാത്സ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതൊക്കെ ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ, സൈക്കോളജി റിലേറ്റഡ് നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം ഇറ്റ്സ് പാർട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. യൂസ്ഡ് വെൻ ഡെവലപ്പിംഗ്, ഇറ്റ്സ് യൂസ്ഡ് ഫോർ തിയറീസ്, ജനറലൈസേഷൻ, പ്രിൻസിപ്പിൾ, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, എങ്കിലും തിയറി ഡെവലപ്മെൻറ്റ്. എവിഡൻസ് ഫോർ ദ 3 ബോഡി ഫോഴ്സ് ഡിറൈവ്ഡ് ഫ്രം ന്യൂട്രോൺ, സ്കാറ്ററിംഗ് ലെങ്ത് ഡേറ്റ ആൻഡ് ന്യൂക്ലിയർ ഡേറ്റ ഫോർ സയൻസ് ആൻഡ് ടെക്. അതൊരു സയൻസ് ടോപ്പിക്കാണ്. ഇപ്പോൾ 3 ബോഡി ഫോഴ്സ് ഡിറൈവ്ഡ് ഫ്രം ന്യൂട്രോൺ, സ്കാറ്ററിങ്. അത് നമുക്ക് എങ്ങനെ കിട്ടും? ഒരു സ്കാറ്ററിംഗ് ലെങ്ത് ഡേറ്റ, ന്യൂക്ലിയർ ഡേറ്റ ഫോർ സയൻസ് ആൻഡ് ടെക്, അതിൽ നിന്നൊക്കെയാണ് നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഈസ് സയൻറ്റിഫിക് റിസർച്ച്. അതാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഓർ പ്യുവർ റിസർച്ച് ഓർ ബേസിക് റിസർച്ച്. Next one is very, very important as far as net is concerned, because applied research, അപ്ലൈഡ്, പേര് തന്നെ ഉണ്ടല്ലേ, യൂട്ടിലൈസസ് പ്രിൻസിപ്പിൾസ് മെയ്ഡ് ബൈ ഫണ്ടമെൻ്റൽ റിസർച്ച്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ദാറ്റ് വാസ് ഫോർ ജനറലൈസേഷൻ, തിയറി ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് അതിന് ശേഷം കിട്ടുന്ന ആ പ്രിൻസിപ്പിൾസ് ടു നോ ദ പ്രോബ്ലംസ് വിത്ത് ബെസ്റ്റ് പോസിബിൾ മാനർ. അപ്പം നമുക്ക് ആ പ്രോബ്ലം ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് അപ്ലൈഡ് റിസർച്ചിൽ. അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് വഴി കിട്ടുന്ന ആ പ്രിൻസിപ്പിൾസ് വി ആർ അപ്ലൈയിങ് ഇറ്റ് to the problems undertaken to solve an immediate problem. അതൊരു immediate problem solve ചെയ്യുക, അതാണ് applied research. Aims at finding a solution for an immediate problem facing society or an industrial or business organization. Mostly ഒരു നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്യുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്.
solving the practical problem of the modern world rather than to acquire knowledge for knowledge. ഇത് മറ്റത് നോളജ് സേക്കിന് വേണ്ടിയാണ്, നോളജ് അക്വയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റിസർച്ച് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അപ്ലൈഡ് ഇറ്റ്സ് മോർ പ്രാക്ടിക്കൽ പ്രോബ്ലം. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മാർക്കറ്റിംഗ് റിസർച്ച് ഇറ്റ്സ് an excellent example of applied research. How does tobacco use in various forms affect ഹ്യൂമൻസ്? അപ്പം മാർക്കറ്റ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ്. ഇപ്പം സിഗരറ്റ്സ് ഉണ്ട്, അതിൽ നമ്മളതിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചാൽ പോലും സിഗരറ്റ്സ് വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം. ഹൗ ഡസ് ടൊബാക്കോ യൂസ് ഇൻ വേരിയസ് ഫോംസ്, എങ്ങനെ മനുഷ്യരെ അത് അഫക്റ്റ് ചെയ്യും? അതൊരു മാർക്കറ്റ് റിസർച്ചാണ്. അത് നമ്മൾ അതിൽ കൂടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് an applied research. Coming to the next slide, we can see that after applied research നമുക്ക് അടുത്തുള്ള ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച്. ആ പേര് തന്നെ ഉണ്ട് അടുത്തത്. ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് ആക്ഷൻ. അത് തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. ടു സോൾവ് ആൻ എക്സിസ്റ്റിംഗ് ഓർ ഇമ്മീഡിയറ്റ് പ്രോബ്ലം, സെയിം തന്നെയാണ്. ടു സോൾവ് ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം we try to find workable solution by launching projects in field. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ബൈ ലോഞ്ചിങ് ന്യൂ പ്രോജക്ട്സ്. ഇറ്റ്സ് എയിം ഈസ് ആൻ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ബട്ട് നോട്ട് എനി ഡെവലപ്മെൻറ്റ് ഓഫ് തിയറി. ഇവിടെ തിയറി പ്രിൻസിപ്പിൾസ് അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ ഫണ്ടമെൻ്റൽ റിസർച്ചിലാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഓൾട്ടറിങ് അൺസാറ്റിസ്ഫൈഡ് കണ്ടീഷൻസ്. ഓക്കെ, അതൊക്കെ മാറ്റുക എന്നുള്ള ഒരു ഇതുകൊണ്ട്. ഇറ്റ് ഈസ് റിസർച്ച് എയ്തർ ഇനിഷ്യേറ്റഡ് ടു സോൾവ് ദ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഓർ ഇഫ് ദ റിസർച്ചർ ഫൈൻഡ്സ് എനി പ്രോബ്ലം ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഹിസ് ഫീൽഡ് ഓർ ഹെർ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഒബ്സർവേഷൻ വെയർ ദേ അപ്ലൈസ് ഇറ്റ്. അവിടെ അവർക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതാണ് ആക്ഷൻ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. Coming to the next slide, we will be discussing upon exploratory research. That is also a type of research. It is a preliminary study of an unfamiliar problem about which a researcher has little or no knowledge. ഒരു അറിവും ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി, ഒരു അൺഫെമിലിയർ ആയിട്ടൊരു പ്രോബ്ലം, അതിനെപ്പറ്റിയുള്ള ആദ്യത്തെ ഒരു സ്റ്റഡിയാണ് ഇത് എക്സ്പ്ലോറേറ്ററി. നമ്മൾ അറിയാത്തൊരു മേഖലയിലേക്ക് ഇറങ്ങിച്ചില്ല എന്നൊക്കെ പറയില്ലേ, അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. The objective of exploratory research is the development of hypothesis rather than their testing. ഇപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഹൈപ്പോത്തസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ഓർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് എന്നും കൂടെ ഉണ്ട്. So coming to next one, you can see that it's on descriptive study. വാട്ട് ഈസ് ഡെസ്ക്രിപ്റ്റീവ് സ്റ്റഡി? ഒരു എക്സ്പോസ് ഫാക്ട് റിസർച്ച് ആണ്. എക്സ്പോസ് ഫാക്ട് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ, നമ്മൾ റിസർച്ചിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരിതാണ് ഡെസ്ക്രിപ്റ്റീവ് സ്റ്റഡി. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് സർവൈസ്, ഫാക്ട് ഫൈൻഡിങ്സ് ആൻഡ് ഇൻക്വയറീസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. നമുക്ക് സർവേകൾ ഉപയോഗിക്കാം, ഫാക്ട് ഫൈൻഡിങ്സ് ഉപയോഗിക്കാം, അങ്ങനെയുള്ളൊരു രീതിയാണ്. ദ മേജർ പേർപ്പസ് ഓഫ് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് എ description of the state of affairs as it exists at present. അതൊരു പേര് തന്നെ ഉണ്ടല്ലേ, ഡെസ്ക്രിപ്ഷൻ. എന്തിൻ്റെങ്കിലും ഒരു വിവരണം പോലെ നമ്മൾ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ മേജർ പർപ്പസ് ആയിട്ട് തന്നെ പറയുന്നത്. ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് ബിസിനസ് റിസർച്ച് ദ ടേം ഓഫൺ യൂസ്ഡ് ഇസ് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച്. അപ്പം ഡെസ്ക്രിപ്റ്റീവ് സ്റ്റഡിയുടെ വേറൊരു പേരാണ് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച്. അപ്പോൾ അത് രണ്ട് പേരും ഓർത്തിരിക്കുക. The researcher has no control over the variables. He can only report what has happened or what is happening. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഇൻ്റർവീനിങ് വേരിയബിൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ഈ റിസർച്ചറിന് ഈ ഒരു ടൈപ്പ് ഓഫ് വേരിയബിളിലും ഒരു കൺട്രോളും കാണത്തില്ല. എന്താണ് സംഭവിക്കുന്നത് അത് അതുപോലെ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ഏതിൽ നടക്കുന്നത്? ഡെസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച്. Coming to the next slide, you can see that it's a type of research, that is evaluation research. ഇതിനെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക. It
ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ പറഞ്ഞു, അതിൻ്റെ കണ്ടിന്യൂഷൻ അപ്ലൈഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതൊരു ഫോം ഓഫ് അപ്ലൈഡ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ അസസ്സിങ് ആൻഡ് taking stock of effectiveness of social or economic programs, for example family planning scheme, irrigation project. ഇതൊക്കെ ഇവാലുവേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എന്തെങ്കിലും അപ്ലൈഡ് റിസർച്ച് നമ്മളതിൽ പറഞ്ഞ എന്താണ്, ആപ്ലിക്കേഷൻ, സൊല്യൂഷൻ, ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്, അതായത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു, അതാണ് എൻ്റെ എഫക്റ്റീവ്നെസ്. ഫോർ എക്സാമ്പിൾ ഫാമിലി പ്ലാനിങ് സ്കീം, അതിനെപ്പറ്റി പഠിക്കുക. അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോജക്റ്റ്. The emphasis of measurement is on single aspect. ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയായിരിക്കും നമ്മളിതിൽ പഠിക്കുന്നത്. അതാണ് ഇവാലുവേഷൻ റിസർച്ച്. Coming to the next one, diagnostic research. Diagnosis. ഡോക്ടേഴ്സാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലേ. സിമിലർ ടു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, അതായത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി പോലെ തന്നെയാണ്, ബട്ട് വിത്ത് എ ഡിഫറെൻറ്റ് ഫോക്കസ്. അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് ഡിസ്കവറിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. മറ്റേ ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ പറഞ്ഞു എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അതുപോലെ അങ്ങ് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്, നമ്മളിവിടെ ഡിസ്കവർ ചെയ്യുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളത് ഡിസ്കവർ ചെയ്യുന്നു. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് ആൻഡ് വാട്ട് ക്യാൻ ബി ഡൺ അബൌട്ട് ഇറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അല്ലാതെ അതുപോലെ ചെയ്യുക മാത്രമല്ല, മറിച്ച് വൈ, എന്തുകൊണ്ടാണ്, ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് എയിംസ് അറ്റ് ഐഡൻറ്റിഫൈയിങ് ദ കോസസ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് പോസിബിൾ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അതിനോടൊപ്പം എൻ്റെ കോസസ് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു രീതി നമ്മളിവിടെ അനുബന്ധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. അടുത്തതായിട്ട് നോക്കുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി ആൻഡ് ഗ്രൂപ്പ് റിസർച്ച്. ഇൻ്റർ ഡിസിപ്ലിനറി പേര് തന്നെ ഉണ്ടല്ലേ, ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. വെൻ ദ റേഞ്ച് ഈസ് ബിയോണ്ട് വൺ പേഴ്സൺ ആൻഡ് റിക്വയർസ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഹാവിങ് നോളജ് ഓഫ് ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്, ദേ കം ടുഗെദർ ആൻഡ് ഫോം എ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്നുകൊണ്ട് പല പല മേഖലകളിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് നോളജ് ആസ് വെൽ ആസ് നോളജ് സ്കിൽ സെറ്റ്, കഴിവും അറിവും ഒക്കെ ഉള്ള പല പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് നമ്മൾ അവരിൽ നടത്തുന്ന റിസർച്ചാണ്. അതിനെയാണ് ഇൻ്റർ ഡിസിപ്ലിനറി ആൻഡ് ഗ്രൂപ്പ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്പറേഷൻസ് റിസർച്ച്. The term was associated with military context, but these types of research are used to solve any types of managerial problem in the organization. ഈ ഓപ്പറേഷൻ റിസർച്ച് നിങ്ങൾ കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലൊക്കെ ആയിരിക്കും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് മിലിറ്ററി കോണ്ടെക്സ്റ്റിലാണ്, അതായത് സൈനികപരമായിട്ടുള്ള ഒരു ആർമി, ആ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യമൊക്കെ തന്നെ കേൾക്കുന്നത് ഓപ്പറേഷൻസ് റിസർച്ച്. പിന്നെയാണ് മാനേജീരിയൽ പ്രോബ്ലം ആയിട്ട് മാറിയത്, ടു സോൾവ് ഇൻ ടൈപ്സ് ഓഫ് മാനേജറിയൽ പ്രോബ്ലം. അതുപോലെ തന്നെ ദർ ആർ സെവറൽ സയൻറ്റിഫിക് മെത്തേഡ്സ്, ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഡിസൈൻ ടു സോൾവ് ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. അതിനുവേണ്ടി ഒരുപാട് മെത്തേഡും ടെക്നിക്കും ഒക്കെ ഉണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഇതിൽ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് റിസർച്ച് പ്രൊവൈഡ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ്. ഇതിൽ മാത്തമെറ്റിക്കലാണ്, കുറച്ചുകൂടെ ടെക്നിക്കലാണ് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത്. കൂടുതൽ ഡിസിഷൻ എടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നതാണ് ഓപ്പറേഷൻസ് റിസർച്ച്. അടുത്തതായിട്ട് വൺ ടൈം റിസർച്ച്, പേര് തന്നെയുണ്ട്. കൺഫൈൻഡ് ടു സിംഗിൾ ടൈം പീരീഡ്, നോൺ റെപ്പറ്റേറ്റീവ് നേച്ചർ. അത് ഒരു തവണത്തേക്ക് നമ്മൾ ചെയ്യുന്നു, പിന്നെ അതിനെപ്പറ്റി വേറെ ഒരു ഇത് കാണത്തില്ല. അപ്പോൾ ഒരു സിംഗിൾ ടൈം പീരീഡ് കാണും, ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിരുന്നു വൺ ടൈം റിസർച്ച്. അതിന് റെപ്പറ്റീഷൻ ഇല്ല. ഒരു തവണ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. റെപ്പറ്റേറ്റീവ് അല്ല ഒരിക്കലും വൺ ടൈം റിസർച്ച്. അടുത്തതായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. റിസർച്ച് ക്യാരിഡ് ഓവർ സെവറൽ ടൈം പീരീഡ്സ്, ഓൾസോ നോൺ ആസ് ലോങ് ടേം റിസർച്ച്. നേരത്തെ നമ്മൾ വൺ ടേം പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ. ഒരു ടൈം പീരീഡ് എന്നില്ല, നമ്മൾ പല പല സമയങ്ങളിൽ നമുക്ക് റിസർച്ച് അത് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ അത് നേരത്തെ പറഞ്ഞു ഒരു പീരീഡ്, പിന്നെ റെപ്പറ്റേറ്റീവ് ആയിരിക്കില്ല. ഇവിടെ നമുക്കൊരു ലോങ് ടേം ആണ്. എപ്പോൾ വേണോ എത്രത്തോളം റിപ്പീറ്റ് വേണോ അതിനൊന്നും പ്രശ്നമില്ല. അതിനോടൊപ്പം തന്നെ ഒരു ലോങ് ടേം, ഷോർട്ട് ടേം റിസർച്ച് അല്ല ഒരിക്കലും ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. നല്ല ടൈം എടുത്ത് ചെയ്യുന്ന റിസർച്ചാണ് ലോഞ്ചിറ്റ്യൂഡിനൽ. നെക്സ്റ്റ് വൺ ഇസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. സാധാരണ നമ്മൾ ഡിസർട്ടേഷനൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഹിസ്റ്റോറിക്കൽ. ദാറ്റ് ഈസ് യൂസസ് ഹിസ്റ്റോറിക്കൽ റിസോഴ്സസ് ടു സ്റ്റഡി ഇവൻറ്റ്സ് ഓർ ഐഡിയാസ് ഓഫ് പാസ്റ്റ്. നമ്മൾ സാധാരണ നമുക്ക് ഉള്ള റിസോഴ്സസ്, ഇപ്പം നേരത്തെ ഉള്ളതിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, അത് യൂഷ്വലി പണ്ടത്തെ കാര്യങ്ങൾ, ഹിസ്റ്ററി തുടങ്ങിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ന്യൂസ് പേപ്പർ, ബുക്സ് ഒക്കെ വെച്ച് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് തന്നെയാണ് പറയുന്നത്. യൂസ് ടു അനലൈസ് സം പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഓർ ഇവൻറ്റ്സ്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആണെങ്കിൽ പോലും അതിനും ഹിസ്റ്റോറിക്കൽ റിസർച്ച് തന്നെയാണ് പറയുന്നത്. അതിനോടൊപ്പം നമ്മളിപ്പോൾ സെക്കൻഡറി ഡേറ്റ വെച്ച് ചെയ്യുന്ന റിസർച്ചിനെയും ഹിസ്റ്റോറിക്കൽ റിസർച്ച് തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വെരി ഈസി വൺ, പ്രോബ്ലം ഓറിയൻറ്റഡ് റിസർച്ച്. ഒരുപാട് ടൈപ്പുകൾ പറഞ്ഞു. പ്രോബ്ലം, ടു ലുക്ക് ഫോർ സൊല്യൂഷൻ. പ്രോബ്ലം നേരത്തെ നമ്മൾ ആക്ഷൻ റിസർച്ച് ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അപ്ലൈഡ് റിസർച്ച്, അതായത് ഇതിലും സൊല്യൂഷൻ കണ്ടുപിടിക്കുക. പ്രോബ്ലമാണ്, പ്രോബ്ലത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു റിസർച്ചാണ് പ്രോബ്ലം ഓറിയൻറ്റഡ് റിസർച്ച്. നെക്സ്റ്റ് വൺ ഇസ് ഡെസിഷൻ ഓറിയൻറ്റഡ്. നേരത്തെ നമ്മൾ പ്രോബ്ലം പറഞ്ഞു, ഇനി അടുത്ത് ഡെസിഷൻ. ഡെസിഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഡൺ ഫോർ ദ നീഡ് ഓഫ് ദ ഡെസിഷൻ മേക്കർ. ഡെസിഷൻ മേക്കറിന് വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ഡെസിഷൻ ഓറിയൻറ്റഡ് റിസർച്ച്. അത് കൂടുതൽ നമ്മൾ തീരുമാനം അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുമ്പം ഹാസ് ടു യൂസ് ഫാക്ട്സ് ദാറ്റ് ആർ റെഡിലി അവൈലബിൾ. ഫാക്ട്സ് അനലൈസ് ടു മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തുന്ന രീതിയിലുള്ള റിസർച്ചാണ് അനലിറ്റിക്കൽ റിസർച്ച് മോസ്റ്റ്ലി. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫിനോമിന ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. കോൺസെപ്ച്വൽ റിസർച്ച് ബേസ്ഡ് ഓൺ ഐഡിയാസ് ഓൺ തിയറി യൂസ്ഡ് ബൈ ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കർ. കുറച്ചുകൂടെ ഫിലോസഫിക്കലായിരിക്കും, അതാണ് കോൺസെപ്ച്വൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ച് അറിയാമല്ലോ, കുറച്ചുകൂടെ എവിഡൻസ് ബേസ്ഡ്, എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻ ബേസ്ഡ്, ഡേറ്റ ബേസ്ഡ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഇതൊക്കെ എംപിരിക്കലിലാണ് വരുന്നത്. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു.